അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന അതിപ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഏറെ അവരെ സങ്കടത്തിലാക്കിയ, വിഷമത്തിലാക്കിയ, ദുഃഖത്തിലാക്കിയ ഒരു കാര്യമാണ് വീടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മക്കളില്ലാത്തവർ, അങ്ങനെ ഈ മൂന്ന് വിഷയങ്ങൾക്ക് ഉത്തമമായ പരിഹാര മാർഗം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് നമുക്ക് ഉത്തരം പ്രതീക്ഷിക്കാവുന്ന, അള്ളാഹുവിന്റെ ഭാഗത്ത് പെട്ടെന്ന് നമുക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരു പരിഹാര മാർഗം മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത നല്ല പരിഹാര മാർഗം, മഹാനവറുകൾ ഒരു മനുഷ്യനിക്ക് കൊടുത്ത പരിഹാര മാർഗമാണ് ഈ പറയുന്നത്. പെട്ടെന്ന് നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് ഇജാബത്ത് ലഭിക്കാൻ വേണ്ടി, അതായത് 4 ഹൃദയങ്ങൾ കൂട്ടിച്ചേർത്ത് റബ്ബിലേക്ക് മനസ്സ് തിരിക്കുക എന്നുള്ളതാണ് ഈ പരിഹാര മാർഗത്തിലൂടെ മഹാനവറുകൾ നമുക്ക് നിർദ്ദേശിക്കുന്നത്. എന്താണത് 4 ഹൃദയങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത്താഴ സമയത്ത്, അതായത് ദിവസങ്ങളുടെ നേതാവായ ഹൃദയമായ അത്താഴ സമയം, അതായത് സുബഹി ബാങ്കിന് തൊട്ടു മുമ്പ് ആ ഒരു സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കാരം, അതായത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം, ആ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുകയും പിന്നെ ഖുർആനിന്റെ ഹൃദയമായ യാസീൻ സൂറത്ത് പാരായണം ചെയ്യുക. പിന്നെ നിന്റെ മനസ്സ് ഒഴുകി അല്ലാഹുവിലേക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഉത്തമമായ പരിഹാര മാർഗം. ഇത് തുടരെയായി കുറച്ച് ദിവസം നാം ചെയ്യുമ്പോൾ നല്ല ഒരു റിസൾട്ട് നമുക്ക് കാണും, ഉറപ്പാണ്. അത്രയും വിലപ്പെട്ട 4 കാര്യങ്ങളാണ്. അതായത് അത്താഴ സമയം ഇജാബത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. യാസീൻ സൂറത്ത് ഓതി അല്ലാഹുവിനോട് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും ഉത്തരം ലഭിക്കുന്നു മഹാന്മാർ പറഞ്ഞതാണ്. അത് അത്താഴ സമയത്ത് യാസീൻ സൂറത്ത് ഓതുമ്പോൾ എന്തായാലും ഉത്തരം പ്രതീക്ഷിക്കാം. രണ്ടാമത് തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. 4ാമത് നമ്മുടെ മനസ്സൊരുക്കിയിട്ടാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അല്ലാഹു നമ്മുടെ കാര്യം, നമ്മുടെ ഉദ്ദേശം ഏതായാലും പൂർത്തിയാക്കി തരുമെന്ന് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനിക്ക് കൊടുത്തപ്പോൾ, ഒരു പരിഹാര മാർഗമായി കൊടുത്തപ്പോൾ, അവന്റെ ആവശ്യം അതിവേഗത്തിൽ അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുത്തു. നമുക്ക് കിതാബുകളിൽ കാണാം. അതുകൂടെ നമുക്കും നല്ലൊരു വീട് ലഭിക്കണം, മക്കൾ ലഭിക്കണം, കടങ്ങൾ തീർന്നു കിട്ടണം എന്ന ലക്ഷ്യത്തിലല്ല നമുക്ക് ഒരു സൂറത്ത് ഓതാം, ഈ പറഞ്ഞ കാര്യം ചെയ്യാം. അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.